ഹായ്, അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങളൊരു ഞാനൊരു മുഴുനീളൻ വീഡിയോ അല്ല, എന്നാലും എൻ്റെ ആ ഒരു മുടി മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ആദ്യം തൊട്ടുള്ള ആ ഒരു മൊത്തത്തിലുള്ളൊരു വീഡിയോ ഇട്ടേക്കാം എന്നുള്ള കരുതലായിരുന്നു. കാരണം നമ്മുടെ മാലിക്കരയിൽ നിന്നാണ് വണ്ടിയുള്ളത്. അമൃത എക്സ്പ്രസ് എന്ന് പറഞ്ഞ ആ വണ്ടി മധുര വരെയാണ് പോകുന്നത്. നമുക്ക് ഏകദേശം 245 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് പോയിട്ട് വരാമെന്നേ ഉള്ളൂ. പൊള്ളാച്ചി വഴിയാണ് പോകുന്നത്. അപ്പം 246 രൂപ വെച്ചാണെങ്കിൽ നമ്മളിപ്പം കിട്ടിയില്ല എങ്കിൽ തൽക്കാലം എടുക്കുമ്പോൾ 3 തവണ ടിക്കറ്റ് വന്ന് ഏകദേശം 1185 രൂപ വെച്ച് ആയിട്ടുണ്ട്. 385 രൂപ വെച്ചിട്ട് ഒരു ടിക്കറ്റിന് വീതമാകുന്നുണ്ട്. അത് 395 രൂപയാണ്. തൽക്കാലം എടുക്കുമ്പോൾ നമുക്ക് ശകലം പൈസ കൂടുതലേ വരത്തുള്ളൂ, നമുക്ക് കുറേയൊന്നുമില്ല. തൽക്കാലം എടുക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പം നേരെ ഒന്ന് ഇറങ്ങിയാൽ പളനിയിലോട്ട് ചെന്ന് ആ ഒരു ഭാഗമാണ്. പളനി റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് വണ്ടി ഏകദേശം ഒരുമാതിരി കാലിയാവും. മധുരയ്ക്ക് അധികം ആൾക്കാർ ഒന്നും കാണത്തില്ല. നമ്മൾ പളനി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കുതിരവണ്ടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ നമ്മളൊരു ഓട്ടോ കൊടുക്കുക 100 രൂപ കൊടുത്താൽ മതി. ഓട്ടോയ്ക്ക് 150 രൂപയ്ക്കാണ് ചോദ്യം. 100 രൂപ കൊടുത്താൽ മതി. നേരെ എന്നിട്ട് ഇത് മുടി മുറിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ദേവസ്വത്തിൻ്റെ തന്നെ മുടി മുറിക്കുന്ന ഏരിയയാണ്. അവിടെ നമുക്ക് ഫ്രീ ആണ്. നമ്മളവിടെ ചെന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് മുടി മുറിക്കുന്ന അവിടെ അത് കഴിയുമ്പോൾ നമ്മൾ ബ്ലേഡും ഒക്കെ തരും. അപ്പോൾ നേരെ വരിക, അതിൻ്റെ മുമ്പിലിരിക്കുക, അവർ മുടിയൊക്കെ മുറിച്ച് അതൊക്കെ തരും. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. പക്ഷെ അവന് അങ്ങനെ കരച്ചിലൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ ബഹളമൊന്നുമില്ല. പുറത്തൊക്കെ ആണെങ്കിൽ നല്ല പിള്ളേരൊക്കെ കണ്ടില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചില്ല. പിന്നെ ചില പെണ്ണുങ്ങൾ വന്നിട്ട് ഇതിൻ്റെ മുടിയുടെ തുമ്പ് മുറിച്ച് അവിടെ സമർപ്പിക്കുന്നുണ്ട്. അത് മുട്ട പിടിക്കാതെ തന്നെ തുമ്പ് തന്നെ മുറിച്ച് അവിടെ സമർപ്പിക്കുന്നുണ്ട്. അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതെല്ലാം ചെയ്യുന്നതെല്ലാം ഫ്രീ ആണ്. പിന്നെ അവർക്കൊരു ചെറിയ ദക്ഷിണ കൊടുക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചില യൂട്യൂബേഴ്സൊക്കെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു പാസ് കൊണ്ടുവന്നിട്ട് താഴെ എങ്ങാണ്ട് കൊണ്ടുപോയി സീലടിപ്പിച്ചിട്ട് കൊണ്ടുപോയി മേളിൽ ദർശനത്തിനൊക്കെ ഫ്രീ ആണൊക്കെ. അതൊക്കെ വെറുതെയാണ്. ഞാൻ താഴെയെല്ലാം തിരക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് അവിടെ അങ്ങനെ ഒരു മുട്ടയടിച്ചിട്ട് അവിടെ ചെല്ലുന്നവർക്ക് അങ്ങനെ സെപ്പറേറ്റ് ക്യൂവും കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുവരെ അങ്ങനെ ഒരു സമ്പ്രദായം അവരവിടെ ഇല്ല എന്നാണ് ഞാൻ ദിവസത്തിൽ തിരക്കിയപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ ചില ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ റൂമിനാണെങ്കിൽ തന്നെ നമ്മൾ ഏജൻസി ശരിയാണ്, ഏജൻറ്റുമാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഏജൻറ്റുമാരുടെ കൂട്ടത്തിലൊന്നും പോകണ്ട, നമ്മൾ വേറെ സെപ്പറേറ്റായിട്ട് പോവുക, തിരക്കുക. അപ്പോൾ അത് തിരക്കി കഴിഞ്ഞാൽ ഞങ്ങൾ 3 ആൾക്ക് കൂടെ ഒരു 1000 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. ഇതെടുക്കാൻ റൂമിന് 1000 രൂപ വെച്ചേ ആയിട്ടുള്ളൂ. അത് നല്ലൊരു റൂമായിരുന്നു. സിംഗിൾ റൂമാണൊക്കെയാണ്, ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ എങ്കിലും നമുക്കൊന്ന് അത്യാവശ്യം അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കൊന്ന് ഫ്രഷ് ആവണം. ഞങ്ങൾ രാവിലെ വന്നെടുത്തിട്ട് വൈകിട്ടാണ്, പിറ്റേ ദിവസം രാവിലെയാണ് റൂം വെക്കേറ്റ് ചെയ്തത്. പക്ഷേ എന്നാലും വേണ്ടില്ല, നല്ല സംഭവം. വലിയ ഈ പറയുന്ന കുറേ വലിയ ടീമുകൾക്കൊന്നും വലിയ പൈസയൊന്നും കൊടുക്കാത്ത രീതിയിലാണ് ഇവരെ രണ്ടുപേരും മുട്ടയൊക്കെ അടിച്ച് ഞങ്ങളിനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള പരിപാടി തുടങ്ങുകയാണ്. ഓക്കെ.